ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നേരത്തെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം 3 മണിയാകുമ്പോഴത്തേക്കും ഇലാന ചേച്ചി വരും, ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് രാവിലെ നമ്മുടെ ചാനൽ നോക്കിയപ്പോഴത്തേക്കും അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നു, വ്യൂസ് കുറയുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഫസ്റ്റ്, അതായത് 2024 ജൂലൈ 1-ാം തീയതിയാണ് ഞാൻ ഇസ്രായേലിൽ വരുന്നത്. രാത്രി 10:30 മണിക്കാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കാലുകുത്തുന്നത്. ആ ഒരു ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അന്നത്തെ ദിവസം എൻ്റെ മോളുടെ 6ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അടുത്തില്ലാതെ എൻ്റെ പൊന്നുമോള് അവളുടെ ജന്മദിനം ആഘോഷിച്ചു. ഇപ്പോഴും എൻ്റെ മോളത് സങ്കടമായിട്ട് പറയും, എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മയില്ലായിരുന്നു, എനിക്ക് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ല, എനിക്ക് അമ്മ ഒരു സമ്മാനവും തന്നില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റിയില്ല എന്നും എൻ്റെ കുഞ്ഞിന് അതൊരു സങ്കടമാണ്, ഒരു വിഷമത്തോടെയാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ, ആ ഒരു ദിവസം, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവം അനുവദിച്ച ദിവസമായിരുന്നു കറക്റ്റ് ആ ഒരു ദിവസം, ജൂലൈ 1. കാരണം എനിക്ക് ജൂൺ 25-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം എൻ്റെ പാസ്പോർട്ട് റിലീസ് ചെയ്തു. ഞാൻ എല്ലാവരോടും സന്തോഷ വാർത്തയൊക്കെ വിളിച്ച് പറഞ്ഞു. പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ നമുക്ക് എയർപോർട്ട് വർക്കിംഗ് ഇല്ല, ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. അന്നേരം ഞായറാഴ്ച എൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനത്തിൽ ഞാനത് ആത്മസന്തോഷത്തോടെ, വളരെ നിർവൃതിയോടുകൂടിയാണ് ഞാൻ ആ ദിവസത്തെ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരമ്മയും ആഗ്രഹിക്കുന്നതാണ് അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യ ഉത്കണ്ഠ എന്നല്ല പറയുന്നത്, നല്ല രീതിയിൽ വളർത്തണം, നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഓരോ അമ്മയും സ്വപ്നം കാണുകയാണ്. അച്ഛൻ സ്വപ്നം കാണുന്നില്ല എന്നല്ല പറയുന്നത്. ഏതൊരു അമ്മമാർക്കും ഒരു പ്രത്യേക ഇതാണ് ഒരു പെൺകുഞ്ഞിനെ കിട്ടുമ്പോൾ. അതേ കണക്ക് 6 വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു പെൺകുഞ്ഞിനെ ദൈവം തന്നപ്പോൾ, ഞങ്ങൾ 2 കൈ നീട്ടി ഞങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോൾ, ആ നിമിഷം തൊട്ട് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സങ്കടമായിരുന്നു. ഞങ്ങളുടെ ദയനീയ അവസ്ഥയിൽ, ഞങ്ങളുടെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ദൈവം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു. പക്ഷെ ഞങ്ങൾക്കത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് ദൈവം തന്നതിൽ വെച്ച് ഏറ്റവും വില പിടിച്ച സമ്മാനങ്ങളാണ് ഞങ്ങളുടെ 2 മക്കളും, നിർമ്മലും നിമമോളും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എന്താ പറയുക, അവരില്ലാതെ ഒരു ദിവസം തുടങ്ങാനോ അവസാനിക്കാനോ പറ്റത്തില്ല. ആ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അമ്മമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ച സമയം തൊട്ട്, എന്താ പറയുക, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അവളെ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അവളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും, എന്താ പറയുക, എൻ്റെ കയ്യിൽ അവളെ കിട്ടിയ ആ ഒരു ദിവസം തൊട്ട് താണ്ടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് വരെ എൻ്റെ ചിറകിൽ ഞാൻ, എന്താ പറയുക, എൻ്റെ ചൂടേറ്റ് എൻ്റെ കയ്യിൽ കിടന്നുറങ്ങിയ ഒരു കുഞ്ഞാണ് അവൾ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ 2 പേരും എൻ്റെ കയ്യിൽ വന്ന് കിടക്കും. 2 പേരും 2 പേരുടെ വിശേഷങ്ങൾ പറയും. എന്താ പറയുക, എനിക്ക് അവർ മക്കൾ എന്നതിനുപരി ഞാൻ എന്നെ തന്നെയാണ് അവരെ കാണുന്നത് എന്ന് പറയുമ്പോൾ, എന്താ പറയുക, എന്താ പറയുക, ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ എൻ്റെ വിശേഷങ്ങൾ ഓരോന്നും ഉള്ളിപ്പിറക്കി എൻ്റെ അമ്മയോടും എൻ്റെ അപ്പച്ചനോടും പറയാൻ നടക്കുകയാണ്. അവർ വന്നിട്ട് ഞങ്ങളോട് വിശേഷങ്ങൾ പറയാം. പിന്നെ ദിമേനെ കുറിച്ച് പറയാനാണെങ്കിൽ അവൾ കുറേ, എന്താ പറയുക, എക്സ്പ്രസീവാണ് അവൾ. അവൾക്ക് പറയാനുള്ളത് അവൾ പറയും. പക്ഷെ നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്, പെൺകുട്ടിയാണ്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നല്ല. ആൺകുട്ടിയെ പോലെ തന്നെയാണ് പെൺകുട്ടി. അവൾക്കും സംസാരിക്കാം, അവൾക്കും അവരുടെ കാര്യങ്ങൾ പറയാം, ആവശ്യങ്ങൾ പറയാം, നമ്മളോട് ആഗ്രഹങ്ങൾ പറയാം. റിക്വസ്റ്റ് അല്ല, ഒരിക്കലും അപ്പനോടും അമ്മയോടും മക്കൾ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കമാൻഡും ചെയ്യേണ്ട. അതിന് 2നും നടുവിൽ നിന്നിട്ട്, മീഡിയമായിട്ട് നിന്നിട്ട് നമുക്ക് പൊളൈറ്റായിട്ട് കുറച്ചും കൂടെ ഒരു നല്ല ഒരു ഇതിൽ നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങളുടെ മോള്. പിന്നെ ചില സമയത്ത് അവൾ വയലൻ്റ് ആകാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറ്റത്തില്ല, പിന്നെ ആവട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ പിന്നെ ആക്കുന്നത്, ഇപ്പം വേണ്ട കാര്യമല്ല, അന്നേരം ഇപ്പം എൻ്റെ സാധിച്ചേട്ടെ
എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിത്വം, ചെറിയ ചെറിയ കൊച്ചു 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 വാശി എന്ന് പറയാം. ആ പ്രായത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അവൾ. അങ്ങനെ പോന്നു. അപ്പോൾ ഞാൻ ഇന്നും ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഇസ്രായേലിൽ വരുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഇത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വേറെ ഒരു പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കയറി കിടക്കാൻ ഒരു വീട്, അത്യാവശ്യം മക്കളെ നല്ലതുപോലെ വളർത്തണം, നല്ല ആഹാരം കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, അവരുടെ പിന്നീട് മുന്നോട്ടുള്ള അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ടെൻഷനില്ലാത്ത ഒരു മാതാപിതാക്കളും ഇല്ല. ടെൻഷൻ ഉണ്ടാകും, പക്ഷേ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പോലും, മക്കളുടെ ഒരു ആവശ്യം വരുമ്പോൾ പോലും ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നൊരു അമ്മയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നൊരു അപ്പനുമാണ്. അങ്ങനെ നമ്മുടെ ഈ 2024 ഫെബ്രുവരി 15-ാം തീയതി ഇങ്ങനെ ഒരു കാര്യം അറിയുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഫ്രണ്ടാണ് അവൻ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളാണ്, കെയർഗീവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അവൻ നാട്ടിലോട്ട് വരുന്നു. എൻ്റെ വീട് പാലക്കാട് വരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചു വന്നവരാണ്. ഞങ്ങൾ കുറച്ച് റിലേഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. പിന്നെ അതിനേക്കാൾ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ എന്ന് പറഞ്ഞാൽ. അവനെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, എനിക്ക് അത്രയും ക്ലോസ് ആണ് അവൻ. നമുക്ക് അറിയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ അവൻ വരുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇസ്രായേലിൽ വരുന്ന കാര്യം എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം, അർപ്പണബോധം വേണം. പിന്നെ നമ്മളിവിടെ വരുമ്പം നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയുള്ള ആളാണെന്ന് പോലും നമുക്കറിയത്തില്ല. പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും മോശം വാക്കുകൾ പറയാം, സാഹചര്യം നോക്കാതെ ചിലപ്പോൾ അവർ സംസാരിക്കാം. അന്നേരം ആ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ക്ഷമിക്കാനും ഒരു പരിധിവരെ സഹിക്കാനും പിടിച്ചു നിൽക്കാനും ഉള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞാൽ ട്രേഡ് വിസയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അഗ്രികൾച്ചർ വിസ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെയൊക്കെ നോക്കിയാണ് വന്നത്. ആ ടൈമിന് നമ്മുടെ ഇസ്രായേൽ ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു വിസ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ചു, മേരിമോളിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, ആ ഓപ്ഷനുണ്ട്, കെയർഗീവറായിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നോട് പറയുന്നു. ഞാൻ കുറച്ച് നേരം ഇന്ന് ആലോചിച്ചു, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്. പിന്നെ കണ്ണും പൂട്ടി ഒരൊറ്റ തീരുമാനത്തിൽ ഞങ്ങളെത്തി, ഞാൻ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഒരു 50% ഞങ്ങളുടെ പ്രശ്നങ്ങളും ആ ഒരു വാക്കിൽ സോൾവായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൈസയാണ്. കയ്യിലൊന്നുമില്ല എടുക്കാനായിട്ട്. ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ ശൂന്യതയിൽ ഞാൻ ഇന്നും എന്നും ദൈവം തന്ന എന്താ പറയുക, ഒരു കരുണയാണ് ഈ ജീവിതം, ഇന്ന് മുമ്പോട്ട് പോകുന്ന ഈ ഒരു ജീവിതം. അങ്ങനെ ഒരുപാട് പേരോട്, ഞങ്ങളുടെ ബന്ധുക്കളോട് ചോദിക്കുന്നു, സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, പരിചയക്കാരോടും, ഒരു പ്രാവശ്യം മാത്രം കണ്ടു പരിചയമുള്ള എല്ലാവരോടും ഞങ്ങൾ പൈസ ചോദിക്കുന്നു. പക്ഷെ ആരും ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നില്ല. വളരെ എന്താ പറയുക, വളരെ വല്ലാത്ത ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും കണ്ണും പൂട്ടി ഞങ്ങൾക്കൊരു ലോൺ പാസ്സാകുന്നു, 50,000 രൂപയുടെ ലോൺ പാസ്സാകുന്നു. പിന്നെ കഴുത്തിലൊക്കെ ഉണ്ടായിരുന്ന മാലയൊക്കെ കൊണ്ട് പണയം വെക്കുന്നു. അങ്ങനെ 1,00,000 രൂപ കയ്യിൽ എങ്ങനെയും ഞങ്ങളുടെ ഫസ്റ്റ് ക്യാഷ് അതാണ്, ഫസ്റ്റ് പൈസ അതാണ്. അത് വെച്ചിട്ട് നമ്മുടെ ബോംബെയിൽ വെച്ചായിരുന്നു എനിക്ക് ട്രെയിനിങ് നടന്നത്, 20 ദിവസത്തെ ട്രെയിനിങ്. പിന്നെ നമുക്ക് 3 ദിവസം അവിടെ ഹോളിഡേ വന്നതുകൊണ്ട് 23 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു, ക്ലാസ്സിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് ബാച്ചിന് പോയി. മാർച്ച് ലാസ്റ്റ് തിരിച്ചു വന്നു. ഏപ്രിൽ കഴിഞ്ഞു. ഏപ്രിൽ പകുതിയാകാറാവുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മത്താശ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും ദൈവം അടുത്ത പ്രതിസന്ധി എനിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ വെച്ചു. പ്രതിസന്ധി ഇതാണ്, എൻ്റെ പാസ്പോർട്ട് എപ്പോൾ കൊടുത്ത കറണ്ട് പാസ്പോർട്ടിൽ പറ്റത്തില്ല, പാസ്പോർട്ട് മാറ്റണം.
ഓക്കെ, ഞാൻ പാസ്പോർട്ട് മാറ്റി. ഇല്ലാത്ത പൈസ വീണ്ടും ചിലവാക്കി പാസ്പോർട്ട് മാറ്റി. അപ്പോഴും നമ്മളെ ഈ ആളുകളോട് പൈസ ചോദിക്കുകയാണ് കേട്ടോ. ആരും നമ്മളെ സഹായിക്കുന്നില്ല. വീണ്ടും മുന്നോട്ട് തന്നെ പാസ്പോർട്ടും PCC എടുത്തു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് പറയുന്നു, നിൻ്റെ വിസ ഇവിടുത്തെ ഇസ്രായേൽ എംബസി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിൻ്റെ വിസ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്താണ് കാരണം? നീ ആദ്യം കൊടുത്ത പാസ്പോർട്ട് വെച്ചിട്ടാണ് നിനക്ക് വിസ വന്നിരിക്കുന്നത്. സോ യു ഷുഡ് ടേക്ക് അനദർ പാസ്പോർട്ട്. നീ അടുത്ത പാസ്പോർട്ട് എടുക്കണം. വിത്തിൻ 1 വീക്ക്, ഒരു ആഴ്ച കൊണ്ട് അടുത്ത പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ആ ഒരു നിമിഷത്തെ എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. എനിക്കിന്നും അറിയാത്തൊരു ഇതാണ്. പക്ഷേ ഞാൻ ഒന്ന് അടിയുറച്ച് പറയുന്നു, നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിയാലും, ഈ ലോകം മുഴുവൻ നമുക്കെതിരെ വിരൽ ചൂണ്ടിയാലും, ദൈവമെന്ന് പറയുന്ന അദൃശ്യ ശക്തി നമ്മളെ താങ്ങും. ഈ ലോകം മൊത്തം നമ്മുടെ കൈ തട്ടിക്കളഞ്ഞാലും ആ ഒരു വ്യക്തി നമ്മുടെ ഈ കയ്യിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഒന്നും വലിയ കാര്യമില്ല. ഞാനത് ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. നേരിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. PCC എടുത്തു, വിസ വന്നു. PCCയും പാസ്പോർട്ടും കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ റിലീസ് ചെയ്തു. എനിക്ക് വിസ വന്നു. വിസ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴും ഞാനത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമുക്ക് പൈസ നമ്മൾ ചോദിച്ച് ഓരോരുത്തരും പറയുന്ന പരിഹാസവാക്യങ്ങളും കുറ്റപ്പെടുത്തലും പുച്ഛിക്കലും അങ്ങനെ തന്നെ ഞാൻ പറയും. എന്നോട് ഞങ്ങളുടെ അടുത്ത ഒരു ഫാമിലി, ഞങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ വാക്കാണ്, തന്നോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, പക്ഷെ പൈസയുടെ കാര്യം മാത്രം താൻ സംസാരിക്കണ്ട. അന്ന് ഞാൻ മനസ്സിലാക്കി, ബന്ധങ്ങൾക്കാണോ പണത്തിനാണോ വിലയെന്ന്. ബന്ധത്തിന് വില കൊടുക്കേണ്ടിടത്ത് ബന്ധത്തിന് തന്നെയാണ് വില. പക്ഷെ പൈസയ്ക്ക് വില കൊടുക്കേണ്ടിടത്ത് ഈ ബന്ധങ്ങൾ പോലും ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ കണ്ണടയ്ക്കും. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ വിസ വന്നു. അത്യാവശ്യം എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കുറച്ച് ഡ്രസ്സൊക്കെ വാരിയെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ജൂൺ 12-ാം തീയതി ട്രെയിൻ കയറി. അപ്പോഴും നമുക്ക് ഫ്ലൈറ്റ് വരാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ടിക്കറ്റ് ചാർജാണ് അന്ന് നോക്കൽ. നമുക്ക് അവിടെ നിന്നിങ്ങോട്ട്, കൊല്ലത്ത് നിന്നിങ്ങോട്ട് 1000 രൂപ എങ്ങാണ്ടേ വരുന്നുള്ളൂ. 700-800 രൂപ എങ്ങാണ്ടേ വന്നുള്ളൂ എനിക്ക്, നമുക്ക് ട്രെയിൻ ചാർജ്. അങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ ഇന്ന് ഒരു 11 മണിക്ക് കയറിയാൽ പിറ്റേന്ന് വൈകിട്ട് നമ്മൾ എത്തത്തുള്ളൂ. അതായത് ഏകദേശം നമ്മൾ ഒരു 1-1.5 ദിവസം നമ്മൾ ട്രാവൽ ചെയ്യണം. ആ ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്രയും പൈസ എല്ലാം ആകത്തുള്ളൂ എന്ന് വിചാരിച്ച് ട്രെയിനിൽ വന്നു. ക്ലാസ്സിന് കയറി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട്. ഇതിനു മുന്നേ ഞങ്ങളുടെ ബാച്ചുകളിലൊക്കെ വന്ന കുറേ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ഏകദേശം ഇതായി പോയാലേ നമ്മളെ വിളിക്കുള്ളൂ. പക്ഷേ എനിക്ക് വിസ വന്ന ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് 1 മാസത്തിനുള്ളിൽ ഇവിടെ വരണം. പിന്നെ നമുക്ക് നോട്ട്സ് കാര്യങ്ങളുണ്ട്, നമുക്കത് പഠിക്കണം. ഹീബ്രു, ഫോറിൻ വർക്കേഴ്സ്, ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ എൻ്റെ മുമ്പിലുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ അവർ പോട്ടെ എന്ന് കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് പോകണം. സോ ഞാനെടുത്ത് പഠിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിന് കയറി. 5-ാമത്തെ ദിവസം എൻ്റെ പേര് വിളിച്ചു, എന്നെ അടുത്ത സെക്ഷനിലോട്ട് മാറ്റി. എന്നിട്ട് പിന്നെ എനിക്ക് രാവിലെ വരണ്ട, ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. വരിക, അവിടെ ഇരുന്ന് പഠിക്കുക, പിന്നെ പോകുക. ആ ഒരു രീതിയായിരുന്നു. ആദ്യം വന്നപ്പോഴത്തേക്കും ഈ 5 ദിവസവും ഞാൻ രാവിലെ വരും, വൈകിട്ടാണ് പോകുന്നത്. അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കാൻ, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ക്ലാസ് 2-ാമത്തെ സെക്ഷൻ ക്ലാസ്സിൽ കയറി. ഒരു 3 ദിവസം, 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തനിക്ക് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും, ഹസ്ബൻഡിനെ വിളിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അച്ഛനും ട്രെയിനിൽ തന്നെയാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നേരത്തെ വന്നാലും കുഴപ്പമില്ല, നമ്മുടെ പേര് എപ്പോൾ വിളിക്കുമെന്ന് അറിയത്തില്ല, അടുത്ത ആഴ്ച എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു.
എൻ്റെ ഹസ്ബൻഡ് വന്ന അന്ന് വൈകിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാളെയാണ് തനിക്ക് ഇൻ്റർവ്യൂ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന വ്യക്തി എന്തോ, അദൃശ്യമായ ശക്തി ഏതോ, അതിനെ ദൈവമെന്ന് വിളിക്കാമെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും. എൻ്റെ ഭർത്താവ് വന്നതിൻ്റെ പിറ്റേ ദിവസം, എൻ്റെ ഭർത്താവ് തിങ്കളാഴ്ച വരുന്നു, ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ. രാവിലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, പാസ്പോർട്ട്, PCC, എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട്, എല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഫുള്ളും നമ്മൾ എംബസിക്ക് അയക്കുന്നു. ഇസ്രായേൽ എംബസിയിൽ അങ്ങോട്ട് പോകുന്നു. രാവിലെ ചെല്ലുന്നു. ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിയുന്നു. ഇൻ്റർവ്യൂയോട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അടുത്ത സെക്ഷനിലിടാം കേട്ടോ. അതിൽ കുറച്ച് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ട് വന്നു. അതും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഞങ്ങളന്ന് 11 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അന്നേരം ഈ 11 പേരിൽ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കൂന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ 11 പേരിൽ 8 പേർക്കും ഇൻ്റർവ്യൂ അടിച്ചു. പക്ഷേ ഈ 8 പേരുടെ ഇതിലും എൻ്റെ പേര് വരുന്നില്ല. അന്നേരം തൊട്ട് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ തൊട്ടിപ്പുറത്ത് അന്തോണീസ് പുണ്യാളൻ്റെ സെൻറ്റ് ആൻ്റണി ചർച്ചുണ്ട്. അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാതാവും കറങ്ങും. തൊട്ടിപ്പുറത്ത് കറങ്ങി വരുമ്പോൾ തന്നെ അന്തോണീസ് പുണ്യാളൻ, അങ്ങനെയാണ് അത് കറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും ഇപ്പം ഉടനെ വരും, നമുക്ക് എന്തായാലും ഒന്ന് കുരിശടിയിൽ പോവാം, പള്ളിയിൽ പോവാം. അങ്ങനെ അവിടെ ചെല്ലുന്നു. നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം ദൈവമേ, എന്താണ് ഇൻ്റർവ്യൂ അടിച്ചാൽ നമ്മൾ വീണ്ടും 1.5-2 ആഴ്ച അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നിൽക്കേണ്ടി വരും. അന്നേരം ഞാൻ അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയാ. ആ രൂപം നോക്കിയിട്ട്, പുണ്യാളെ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് നിസ്സഹായാവസ്ഥയിൽ കരയുമ്പോൾ തൊട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഭർത്താവും കരയുക. നീ എന്തിനാ കരയുന്നു? ഞാൻ പറഞ്ഞ അച്ഛത്തിന് എന്തിനാ കരയുന്നു? നീ കരയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. ഞാൻ പറഞ്ഞില്ല, പേരിപ്പോൾ ഉടനെ വരും. അങ്ങനെ ഉടനെ എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് പുണ്യാളിനോട് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർമ്മ, എനിക്ക് അവളുടെ കണ്ണീര് കാണാൻ വയ്യ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉടനെ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞു. ഒറ്റ സെക്കൻഡ്, നമ്മുടെ കണ്ണ് മിന്നായം അടിക്കുന്ന സെക്കൻഡിൽ എൻ്റെ പാസ്പോർട്ട് APOയുടെ ഓഫീസിലോട്ട് പോകുന്നു പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞ അച്ഛാ, APO ഒന്ന് കാണിക്കുന്നു, നമുക്കറിയത്തില്ല. വീണ്ടും ഒറ്റ സെക്കൻഡ്, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോയില്ല, പാസ്പോർട്ട് റിലീസായി. അന്ന് എന്താ പറയുക, നമ്മൾ കാരണം ഇങ്ങനെ ഒരിതിലോട്ട് വരണമെന്ന് വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഇതിൻ്റെ പിറകെ പൈസ വെച്ചിട്ടും പൈസ കൊണ്ട് നടന്നും ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരും ഇസ്രായേലിൽ വന്നിട്ടില്ല. അങ്ങനെ വന്ന ഒരുപാട് പേരുണ്ടാകും, പക്ഷെ ഞാൻ അങ്ങനെ വന്നൊരു വ്യക്തിയല്ല. അങ്ങനെ എന്നെ താങ്ങി നിർത്തിയ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നു. എന്നും എൻ്റെ ഹൃദയത്തിൽ അവരുണ്ടാവും. അങ്ങനെ പാസ്പോർട്ട് റിലീസാവുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ മാസിന് പോന്നു. അന്നേരം എനിക്കൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തട്ടി വരും. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് എൻ്റെ പുണ്യാളിന് നേർച്ച എന്തെങ്കിലും കൊടുത്തിട്ട് വേണം എനിക്ക് കയറാനായിട്ട്. അങ്ങനെ എൻ്റെ നേർച്ച സാധിക്കുന്നു. പുണ്യാളിനോട് യാത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോവുകയാണ്, ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ വരും. എനിക്ക് വരാൻ സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ പുണ്യാളിനെ കാണാൻ വരും. അന്ന് എന്താ പറയുക, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കുറേ കണ്ണീരും കഷ്ടപ്പാടും കുറേ സാമ്പത്തിക പരാധീനതകളും അല്ലാതെ എൻ്റെ മുമ്പിൽ സന്തോഷിക്കാനായിട്ട് എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. നാളെക്കുറിച്ച് ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ മാത്രമാണ് ഞാൻ ഈ പോകുന്ന ഈ ഒരു യാത്ര. അല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിൽ കൈമുതലായിട്ടൊന്നും തരാനായിട്ടോ ഒരു ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ പോയി എനിക്ക് ഒരു നല്ലൊരു ജീവിതം നീ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കാനായിട്ട് നീ എന്നെ സഹായിച്ചാൽ ഞാൻ തിരിച്ചിവിടെ വരും. അങ്ങനെ ജൂലൈ 1 വെളുപ്പിന് ഞങ്ങൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു, റെൻ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ തിരിച്ചിറങ്ങി എയർപോർട്ടിൽ വന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് നോക്കാം. ഞങ്ങൾ ഒരുമിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ട എന്താണെന്നറിയാമോ, നമ്മൾ ഈ ലോകത്ത്
സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഫ്രണ്ട്സ് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ പൈസ കൊടുക്കാൻ പാടില്ല. എൻ്റെ ഭർത്താവ് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് പേരെ സ്നേഹിച്ചു. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷേ ഇവരെല്ലാവരും അദ്ദേഹത്തെ പറ്റിച്ചു, ചതിച്ചു, വഞ്ചിച്ചു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കണ്ട, അല്ലെങ്കിൽ നാട്ടിലൊരു ജോലി നോക്കി അവൾ ഇത്രയും പഠിച്ചിട്ടും അവൾക്ക് നാട് മാറി പോകേണ്ട ഒരവസ്ഥ വന്നല്ലോ ദൈവമേ എന്നാണ് ഞാൻ ആ മനുഷ്യൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു, അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം എനിക്കിത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇതാണ് എൻ്റെ വിധിയെങ്കിൽ ഞാനത് 2 കൈ നീട്ടി അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ തുടങ്ങിയ അന്നത്തെ യാത്ര അതാ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷകരമായിട്ട് തന്നെ പോകുന്നു. എന്താ പറയുക, എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം ഒഴിച്ചു നിർത്തിയാൽ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് കാണരുത്. താങ്ക് യു.